ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു എക്സ് ആൻഡ് വൈ ലേണിംഗ്. പ്ലസ് ടുവിന് ശേഷം നിങ്ങളൊരു മാനേജ്മെന്റ് ഡിഗ്രി എടുക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളൊരു സന്തോഷ വാർത്തയുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അതായത് നമ്മൾ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന IIM കോഴിക്കോടിൽ പുതിയ ബാച്ചിലേഴ്സ് പ്രോഗ്രാം വരുന്നു. BMS ഹോണേഴ്സ് എന്നാണ് ആ ഒരു പ്രോഗ്രാമിന്റെ പേര് വരുന്നത്. ആ ഒരു പ്രോഗ്രാമിന്റെ കൂടുതൽ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. പിന്നെ ഓൾറെഡി ഇവിടെ കൊടുത്തിട്ടുണ്ട് IIM കോഴിക്കോട് ലോഞ്ചസ് ന്യൂ BMS ഹോണേഴ്സ് പ്രോഗ്രാം. അത് റിസർച്ചിനോട് കുറച്ചും കൂടി ഇൻക്ലിനേഷൻ ഉള്ള ഒരു പ്രോഗ്രാം ആണ്. തീർച്ചയായിട്ടും അവരുടെ വെബ്സൈറ്റിലൊക്കെ മെൻഷൻ ചെയ്യുന്നുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ടു ന്യൂ പ്രോഗ്രാം അതിന് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് ഫസ്റ്റ് അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം അറ്റ് IIM കോഴിക്കോട്. IIM കോഴിക്കോടിൽ MBA പ്രോഗ്രാംസ് ഒരുപാടുണ്ടെങ്കിൽ പോലും അവരുടെ ഏറ്റവും ആദ്യത്തെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമാണ് തീർച്ചയായിട്ടും BMS വരുന്നത്. ഈ ഒരു അക്കാഡമിക് ഇയർ, അതായത് 2025-26 അതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. അതുപോലെ തന്നെ ഭാവിയിൽ നല്ല ബിസിനസ് ലീഡേഴ്സിനെ നർച്ചർ ചെയ്യാന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് തീർച്ചയായിട്ടും അവർ ഈ ഒരു പ്രോഗ്രാം ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പ്രോഗ്രാമിന്റെ കുറച്ച് സിഗ്നിഫിക്കൻസ് കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ പറയുന്നത് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുമായൊക്കെ അലൈൻ ചെയ്യുന്ന പ്രോഗ്രാമാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നുണ്ടാവും, ഒരുപാട് IIMs ഓൾറെഡി അവരുടെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാംസ് മുൻ വർഷങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ അതിൽ വൺ ഓഫ് ദി ബെസ്റ്റ് ആണ് IIM ഇൻഡോറിലെ IPM പ്രോഗ്രാം. അത് ഒരു ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമാണ്. അതായത് 5 ഇയർ നിങ്ങൾക്ക് MBA അടക്കം കാറ്റ് എഴുതി MBA എടുക്കുന്ന സ്റ്റുഡൻസിനോട് കൂടെ തന്നെ നിങ്ങൾക്ക് MBA പഠിച്ച് അങ്ങനെ നിങ്ങൾക്ക് ഗ്രാജുവേറ്റ് ആവാനുള്ള സൗകര്യം അവിടെയുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ IIM റാഞ്ചി, IIM ജമ്മു ഒക്കെ ഇതിന് IPM പ്രോഗ്രാംസിന്റെ എക്സാമ്പിൾ ആണ്. അപ്പോൾ അവിടെയൊക്കെ ഇന്റഗ്രേറ്റഡ് 5 ഇയർ കോഴ്സാണ് മെയിനായിട്ട് കൊടുക്കുന്നത്. പക്ഷേ ഇവിടെ BMSന്റെ കേസിലാണെങ്കിൽ ഇവിടെ ഒരു 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സാണ് തീർച്ചയായിട്ടും ഇവർ കൊടുക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രോഗ്രാം ഓവർവ്യൂ ആണ്. അവിടെ ഡ്യൂറേഷൻ ആയിട്ട് ഞാൻ ഓൾറെഡി മെൻഷൻ ചെയ്തു 4 ഇയർ ആണ്. അതായത് 8 സെമസ്റ്ററിലായിട്ടാണ് നിങ്ങൾക്ക് പ്രോഗ്രാം ഉണ്ടായിരിക്കാം. ക്യാമ്പസ് വരുന്നത് കൊച്ചി ക്യാമ്പസ് ആണ്. അതായത് IIM കോഴിക്കോടിന്റെ ഓഫ് ക്യാമ്പസ് ഉണ്ട് കൊച്ചിയിൽ. അവിടെയാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാം ഉണ്ടായിരിക്കുക. അപ്പോൾ ഓൾറെഡി എക്സിക്യൂട്ടീവ് MBA ഒക്കെ നടക്കുന്നത് ആ ഒരു കൊച്ചി ക്യാമ്പസിൽ തന്നെയാണ്. അതുപോലെ തന്നെ കരിക്കുലം സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ക്രെഡിറ്റ് ബേസ്ഡ് സിസ്റ്റം ആണ് വരുന്നത്. അതുപോലെ തന്നെ കോഴ്സ് ടൈപ്പ് നമുക്ക് ഫൗണ്ടേഷൻ, കോർ, ഇലക്റ്റീവ് എന്നുള്ള രീതിയിൽ നമുക്ക് തരംതിരിച്ചിട്ടുണ്ടാവും. ഓക്കെ, കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. കരിക്കുലം ബ്രേക്ക് ഡൗൺ നോക്കുകയാണെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ കോറ്, അതുപോലെ തന്നെ ഇലക്റ്റീവ് എന്നുള്ള രീതിയിൽ തരംതിരിച്ചിട്ടുണ്ടാവും എന്നുള്ളത്. അതിൽ എന്തൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പഠിക്കുന്നത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫൗണ്ടേഷൻ കോഴ്സസ് ആയിട്ട് എക്കണോമിക്സ്, അക്കൗണ്ടിങ്, അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്സ്, കമ്പ്യൂട്ടർ സയൻസ് ഒക്കെയാണ് പഠിക്കുന്നത്. അതിന്റെ കോർ കോഴ്സസ് ആയിട്ട് ഫിനാൻസ്, അതുപോലെ തന്നെ മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെന്റ് ഒക്കെ പഠിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇലക്റ്റീവ്സിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ AI ആൻഡ് മെഷീൻ ലേണിംഗ് വരുന്നുണ്ട്, ഫൈനാൻസ് ആൻഡ് ബിഗ് ഡാറ്റ വരുന്നുണ്ട്, എക്കണോമിക്സ് ആൻഡ് പബ്ലിക് പോളിസി വരുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പറയാറുണ്ട് ഇനി വരുന്ന കാലം എന്ന് പറയുന്നത് AI അതുപോലെ തന്നെ മെഷീൻ ലേണിംഗിനൊക്കെ ഇമ്പോർട്ടൻസ് ഉള്ള കാലമാണെന്ന്. അപ്പോൾ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു കരിക്കുലം സിസ്റ്റം തന്നെയാണ് തീർച്ചയായിട്ടും അവരവിടെ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, ബാക്കി വരുന്നത് നോക്കാം. റിസർച്ച് ആൻഡ് ഇൻഡസ്ട്രി ഇന്റഗ്രേഷൻ ആണ്. അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 6th and 7th സെമസ്റ്ററിന്റെ ഇടയിൽ നിങ്ങൾക്കൊരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ MBAയുടെ ഒരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2nd and 3rd സെമസ്റ്ററിന്റെ ഉള്ളിലായിട്ടൊരു മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് വരുന്നുണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ 6th and 7th സെമസ്റ്ററിന്റെ ഇടയിലാണ് നിങ്ങൾക്ക് മാൻഡേറ്ററി ഇന്റേൺഷിപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഫൈനൽ സെമസ്റ്ററിൽ നിങ്ങൾക്ക് ഡെസർട്ടേഷൻ പ്രൊജക്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് അക്കാഡമിക്കലി ഹൈ നിൽക്കുന്ന സ്റ്റുഡൻസിന് തീർച്ചയായിട്ടും ഒരു സെമസ്റ്റർ വിദേശത്ത് പോയി പഠിക്കാനുള്ള, വിദേശത്തേതെങ്കിലും നല്ല യൂണിവേഴ്സിറ്റികളിൽ പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തീർച്ചയായിട്ടും അവിടെ കൊടുക്കുന്നുണ്ട്. ഒരു ക്യാമ്പസ് എക്സ്ചേഞ്ച് ഓപ്ഷൻ അവിടെ തീർച്ചയായിട്ടും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ട ഒരു കാര്യം ഇതിൻ്റെ ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. അപ്പോൾ അവിടെ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. +2 ഓർ ഇക്വലന്റ് ഓർ 3 ഇയർ ഡിപ്ലോമ ആഫ്റ്റർ ക്ലാസ് 10. ഒന്നിക്കെ നമ്മുടെ നോർമൽ +2 കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 10th ശേഷം 3 ഇയർ ഡിപ്ലോമ ഉണ്ടെങ്കിൽ ആ രീതിയിലും നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിന് എലിജിബിൾ ആണെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു കാര്യം മെൻഷൻ ചെയ്യുന്നത് നോ മിനിമം പെർസെൻറ്റേജ് ഓർ ഏജ് റെസ്ട്രിക്ഷൻ. അപ്പോൾ ചില പ്രോഗ്രാമിൽ കാണാറുണ്ട് ഇത്ര ഏജ് ഉള്ളവർക്ക് മാത്രമേ ഈ പ്രോഗ്രാമിന് അപ്ലൈ ചെയ്യാൻ കഴിയുള്ളൂ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അതുപോലെ തന്നെ മിനിമം പെർസെൻറ്റേജ് അവർ പറയുന്നില്ല. തീർച്ചയായിട്ടും നമ്മൾ അവിടെ പാസ് ആകേണ്ടി വരും. ഇപ്പോൾ 12th എക്സാം ആണെങ്കിലും അതുപോലെ തന്നെ അവിടെ 3 ഇയർ ഡിപ്ലോമ ആണെങ്കിലും അതിൽ പാസ് ആകേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്ക് ഒരു ഹയർ ലെവലിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് മാത്രമാണ് അവിടെ എന്ത് ചെയ്യുന്നത്, അവിടെ എലിജിബിലിറ്റി ആയിട്ട് അവർ പറയുന്നത്. അതുപോലെ തന്നെ ഓപ്പൺ ടു ഇന്ത്യൻ, NRI ആൻഡ് ഇന്റർനാഷണൽ അപ്ലിക്കൻസ്. ഓക്കെ, അവിടെ ഇന്ത്യൻസിന് പറ്റും, NRIസിന് പറ്റും, അതുപോലെ തന്നെ ഇന്റർനാഷണൽ അപ്ലിക്കൻസ് ആണെങ്കിൽ അവർക്കും തീർച്ചയായിട്ടും ഈ ഒരു പ്രോഗ്രാമിന് ജോയിൻ ചെയ്യൽ അവൈലബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് അഡ്മിഷൻ പ്രോസസ് ആണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു പ്രോഗ്രാമിലേക്ക് അഡ്മിഷൻ എടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, അതിൽ ഒന്നാമത്തത് നമ്മൾ IIMKയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ ചെയ്യണം. അതുപോലെ തന്നെ അവിടെ കൊടുക്കുന്നുണ്ട് അക്സെപ്റ്റഡ് ടെസ്റ്റ് സ്കോർ എന്ന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ടെസ്റ്റ് തീർച്ചയായിട്ടും നിങ്ങൾ അറ്റൻഡ് ചെയ്തിരിക്കണം. അപ്പോൾ അതിൽ ഒന്നാമത്തത് BMS AT, അതായത് ഈ ഒരു പ്രോഗ്രാമിന് സ്പെസിഫിക്കലി ഉള്ള ടെസ്റ്റാണ് BMS AT എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ JEE മെയിൻസ് ആണ്. നെക്സ്റ്റ് വൺ SAT ആണ്. അത് കഴിഞ്ഞിട്ട് ACT ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ സ്കോർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ അഡ്മിഷന് പരിഗണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ടൈമിൽ കൊടുക്കാവുന്നതാണ്.
ഓക്കെ, അതിനുശേഷം ലാസ്റ്റ് പറയുന്നത് ഫൈനൽ സെലക്ഷൻ ആണ്. ഫൈനൽ സെലക്ഷനിൽ 3 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് നോക്കുന്നത്. അതിൽ നേരത്തെ നമ്മൾ ടെസ്റ്റിന്റെ കാര്യം പറഞ്ഞു, ആ ടെസ്റ്റിന്റെ സ്കോർ നോക്കും. രണ്ടാമത്തെ ഒരു കാര്യം ക്ലാസ് 10th-ലെയും 12th-ലെയും മാർക്കാണ്. ഓക്കെ, ലാസ്റ്റ് വൺ ഇന്റർവ്യൂ ആണ്. അപ്പൊ മിക്കവാറും അവർ ചെയ്യുന്നുണ്ടാവുക ടെസ്റ്റ് സ്കോറും അതുപോലെ തന്നെ ക്ലാസ് 10ലെയും 12ലെയും സ്കോറൊക്കെ നോക്കിയിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഇന്റർവ്യൂക്ക് വിളിക്കാവും ചെയ്യുന്നുണ്ടാവുക. അതിനുശേഷം അവർ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് എന്ത് ചെയ്യും, പുറപ്പെടുവിക്കും. ഇനി എല്ലാവർക്കും അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം എത്ര ഫീ നമ്മൾ പേ ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, ആനുവൽ ഫീ നോക്കുന്ന സമയത്ത് ഓൾമോസ്റ്റ് 7 lakh ആണ് വരുന്നത്, കവറിംഗ് ട്യൂഷൻസ്, മെറ്റീരിയൽസ്, അതുപോലെ തന്നെ അക്കാഡമിക് എക്സ്പെൻസ് ഒക്കെ ഈ ഒരു 7 lakhൽ എന്ത് ചെയ്യും, ജസ്റ്റ് കവർ ചെയ്യുന്നുള്ളത് അവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. അഡീഷണൽ ചാർജ് നോക്കുകയാണെങ്കിൽ 1 time ആൻഡ് ആനുവൽ ഫീസ് അപ്ലൈ സെപ്പറബിളി. അപ്പോൾ ഈ ഒരു 7 lakh കൂടാതെ 1 time ഫീസ് തീർച്ചയായിട്ടും അവിടെ അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം മെൻഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഹോസ്റ്റൽ ആൻഡ് മെസ് ഫീസും ഇതിന്റെ എക്സ്ട്രാ വരും, ഇവിടെ മെൻഷൻ ചെയ്യുന്നുണ്ട്. ചാർജസ് ബിൽഡ് എക്സ്ട്രാ സെപ്പറേറ്റ് ഫ്രം ട്യൂഷൻ ഫീസ്. ഓക്കെ, ലാസ്റ്റ് വൺ പറയുന്നത് ഫിനാൻഷ്യൽ സപ്പോർട്ട് ആണ്. അപ്പോൾ ഈവൻ MBA പ്രോഗ്രാംസിനാണെങ്കിലും IIM-ലൊക്കെ പോകുന്നവർക്ക് അറിയാം, അതായത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലോൺ അവൈലബിൾ ആവും. അപ്പോൾ വലിയ ഡിഫിക്കൽറ്റി കാര്യങ്ങളൊന്നും ഇല്ലാത്ത നിങ്ങൾക്ക് ഈ ഒരു പ്രോഗ്രാമിനും ലോൺ കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അതോർത്ത് നിങ്ങൾ എന്ത് ചെയ്യേണ്ട, തീർച്ചയായിട്ടും വിഷമിക്കേണ്ട. ഈവൻ ഫിനാൻഷ്യലി അത്യാവശ്യം പ്രോബ്ലം ഉള്ളവർക്കൊക്കെ ലോൺ എന്നുള്ള ഒരു ഓപ്ഷൻ അവിടെ നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രോഗ്രാം പഠിച്ചാലുള്ള ഒരു കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അവിടെ ഡെഡിക്കേറ്റഡ് കരിയർ കൗൺസിലിംഗ് അതുപോലെ തന്നെ പ്ലേസ്മെന്റ് സപ്പോർട്ട് നിങ്ങൾക്ക് ക്യാമ്പസിൽ അവൈലബിൾ ആയിരിക്കും. അതുപോലെ തന്നെ പ്ലേസ്മെന്റ്സ്, നമ്മൾ IIMസിന്റെ കേസ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നതാണ് അവിടുത്തെ പ്ലേസ്മെന്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജോബ് സെക്ടേഴ്സ് ആയിട്ട് അവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് അവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. സെയിൽസ്, ഫൈനാൻസ്, അതുപോലെ തന്നെ കൺസൾട്ടിങ്, അനലിറ്റിക്സ് ഒക്കെയാണ്. അപ്പോൾ അത് നിങ്ങളുടെ അഭിരുചിക്ക് അനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പോകാൻ വേണ്ടിയിട്ട് പറ്റും. അതുപോലെ തന്നെ അവിടെ ജോബ് മാത്രമല്ല, ഇപ്പോൾ ഇതൊരു അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാം ആണ്. അപ്പോൾ അവിടെ പോസ്റ്റ് ഗ്രാജുവേഷൻ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, PhD എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഹയർ സ്റ്റഡീസിനും നിങ്ങൾക്ക് അവിടെ തീർച്ചയായിട്ടും ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ PGDM പ്രോഗ്രാംസിനാണെങ്കിലും MBAക്കാണെങ്കിലും അതുപോലെ തന്നെ PhDക്കാണെങ്കിലും ഇനി ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾക്കൊരു ഓൺട്രപ്രണർ ആവണമെന്നുണ്ടെങ്കിൽ അതിനും തീർച്ചയായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ഓപ്ഷൻസ് ഉണ്ട്. ഇനി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ആപ്ലിക്കേഷൻ ഡേറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡേറ്റ്സ് ഒക്കെ ഒന്ന് മൈൻഡിൽ വെക്കുക. അവിടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുന്നത് അല്ലെങ്കിൽ ഓപ്പൺ ആയി ഓൾറെഡി എന്ന് നമുക്ക് പറയാം 22nd ഏപ്രിലിനാണ്. അവിടെ ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 22nd May 2025 നിങ്ങൾക്ക് ഓൾമോസ്റ്റ് 9 June 2025 നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് റിലീസ് ആവും. അതുപോലെ തന്നെ BMS അഡ്മിഷൻ ടെസ്റ്റ് വരുന്നത് അവിടെ 22 June 2025 അതുപോലെ തന്നെ ഇന്റർവ്യൂ വരുന്നത് July 2025 അവിടെ ഒരു സ്പെസിഫിക്കലി ഡേറ്റ് മെൻഷൻ ചെയ്തിട്ടില്ല. ദാറ്റ് മീൻസ് ആ ജൂലൈ മാസത്തിൽ വ്യത്യസ്ത ഡേറ്റുകളായിട്ട്, കാരണം ഒരു ദിവസം തന്നെ എല്ലാ ഇന്റർവ്യൂവും ചിലപ്പം അവർക്ക് ഷെഡ്യൂൾ ചെയ്യാൻ കഴിഞ്ഞോളണമെന്നില്ല. ഇറ്റ്സ് ഡിപ്പെൻഡ് അപ്പോൺ നമ്പർ ഓഫ് ആപ്ലിക്കൻസ്. ഓക്കെ, അപ്പോൾ ആ ഒരു ജൂലൈ മാസത്തിലായിരിക്കും നിങ്ങൾക്ക് അവിടെ ഇന്റർവ്യൂ ഉണ്ടാവുക. അതിനുശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ മെറിറ്റ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വരുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ IIMKയുടെ വെബ്സൈറ്റ് നിങ്ങൾക്ക് സന്ദർശിക്കാവുന്നതാണ്. IIMKയുടെ വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. ഇതുപോലെ 12th കഴിഞ്ഞ് മാനേജ്മെന്റ് ഫീൽഡിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട് ലിസ്റ്റിലോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയിലോ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫോർമേഷൻ എത്തിക്കുക. തീർച്ചയായിട്ടും അവർക്കത് ഹെൽപ്പ് ആവും. അതുപോലെ തന്നെ ഇതുപോലെയുള്ള കൂടുതൽ കരിയർ അപ്ഡേറ്റ്സിനും അതുപോലെ തന്നെ കോഴ്സസിനെ കുറിച്ച് അറിയാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ തീർച്ചയായിട്ടും സബ്സ്ക്രൈബേഴ്സ് ആൻഡ് സി യു ഇൻ നെക്സ്റ്റ് വീഡിയോ.